ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇംഗ്ലീഷിൽ പേടി വേണ്ട എന്ന് പറയുന്ന ഒരു സെക്ഷനാണിത്. സത്യം പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്ന? ഒരുപാട് ഇംഗ്ലീഷിൽ കുട്ടികൾക്കും എനിക്ക് ഭയങ്കര പാടായിരുന്നു ഇംഗ്ലീഷ്. 10 മാർക്കിന് ചോദിക്കുന്ന പണ്ടൊക്കെ 20ആയിരുന്നു. ഇപ്പൊ പ്രിലിംസ് ഒഴിച്ച് ബാക്കി മെയിൻസിലെല്ലാം 10 മാർക്കിനാണ്. ഇത് മൊത്തം ചോദിക്കുന്ന വെച്ചാൽ ഒന്നീ 6 മാർക്ക് ഗ്രാമർ ചോദിക്കും, ചിലപ്പോൾ 4 മാർക്ക് ഒക്കാബിലിറ്റി ചോദിക്കും, ചിലപ്പോൾ 6 മാർക്ക് ഒക്കാബിലിറ്റി ചോദിക്കും, 4 മാർക്ക് ഗ്രാമർ ചോദിക്കും, ചിലപ്പോൾ 5 എന്ന് പറഞ്ഞ് ചോദിക്കും. ഇങ്ങനെയാണ് വരുന്നത്. സാധാരണ എനിക്ക് പോസിബിൾ ആയിട്ട് ഒന്നിനുള്ള 6 മാർക്ക് ഗ്രാമർ 4 മാർക്ക് ഒക്കാബിലിറ്റി ചോദിക്കുന്നതിന് നല്ലത്. കാരണം ഒക്കാബിലിറ്റി സിനോണിമും ആന്റോണിമും തന്നെ കിട്ടൂല, അപ്പൊ തന്നെ 2 മാർക്ക് പോകും. സോ അതുകൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എന്റെ ഒരു അഭിപ്രായം. പിന്നെ ചില സമയത്ത് ഗ്രാമർ ടൈറ്റ് ആവും. നമുക്ക് കുറെ PVക്ക് നോക്കി പോവുക എന്നാണ് ഇതിൽ ഏറ്റവും വലിയ മെത്തേഡ്. 2023-5 വരെയുള്ള പുറകിലോട്ടുള്ള PVക്ക് ഒരുപാട് വർക്കൗട്ട് ചെയ്യുക, അതിൽ നിന്ന് നമുക്ക് നല്ല മാർക്ക് കിട്ടും. അതാണ് ഇംഗ്ലീഷിൽ ഗ്രാഹ്യം കുറവുള്ളവർക്ക് പറ്റിയ മെത്തേഡ് കേട്ടോ. PVQ മെത്തേഡാണ് ഏറ്റവും നല്ലത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഡാഷ് ദേ മേ സേ മോസ്റ്റ് സ്റ്റേറ്റ്സ് ഡു നോട്ട് ലൈക്ക് ടു ചേഞ്ച്. അവർ എന്ത് തന്നെ പറഞ്ഞാലും എന്താണ് മിക്ക സ്റ്റേറ്റുകളും സംസ്ഥാനങ്ങളും ചേഞ്ച് ചെയ്യാൻ മാറ്റത്തിന് വേണ്ടി മുന്നൊരുക്കം തയ്യാറല്ല, അല്ലെ? അപ്പൊ അവർ എന്തൊക്കെ തന്നെ പറഞ്ഞാലും വാട്ട് എവർ എന്നുള്ളതാണ് ഉത്തരം. വാട്ട് എവർ എന്തൊക്കെ തന്നെ ആയാലും. ഹൂ എവർ എന്ന് പറഞ്ഞാൽ ആരൊക്കെ തന്നാലും അങ്ങനെ വരൂല. വെന്നെവർ എപ്പോഴൊക്കെ തന്നാലും വരൂല. വിച്ച് ഏതൊക്കെ തന്നാലും. അപ്പൊ എന്തൊക്കെ തന്നെ എന്തൊക്കെ ആയാലും എന്ന അർത്ഥത്തിൽ വാട്ടെവറേ വരുള്ളൂ. പറഞ്ഞു നോക്കി ഈസി ആയിട്ട്, നമ്മൾ പറഞ്ഞു നോക്കി ഈസി ആയിട്ട് കിട്ടുന്ന ഒരു മാർക്കാണ്. 1 മാർക്ക് ചുമ്മാ കിട്ടുന്നത്. ശ്രദ്ധക്കുറവുണ്ടെങ്കിൽ വേറെ എഴുതില്ല, വിച്ചവറൊക്കെ എഴുതി വെക്കും. അതങ്ങനെ വിച്ചവർ വരുന്നത് വാട്ട് എവർ ദേ മേ സേ അങ്ങനെ വരുള്ളൂ കേട്ടോ. അത് പറഞ്ഞു നോക്കി കിട്ടുന്ന കാര്യമാണ്. ഇറ്റ് ഈസ് 2 months ഡാഷ് ഐ വെന്റ് ടു ദി ഡോക്ടർ. ഇവിടെ ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് എന്ന് പറയുന്ന പ്രയോഗത്തിനോടൊപ്പം വർഷമോ കാലയളവോ വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യമേ ഉത്തരം വരൂ, സിൻസേ ഉത്തരം വരൂ. ഇറ്റ് ഈസ് 2 months സിൻസ് ഐ വെന്റ് ടു ദി ഡോക്ടർ. 2 മാസ കാലയളവായി ഡോക്ടറിനെ കാണാൻ പോയിട്ടെന്നാണ്. പക്ഷെ ഇറ്റ് ഈസ് വന്നു കഴിഞ്ഞാൽ കാലയളവ് വരികയാണെങ്കിൽ സിൻസേ വരൂ, പിന്നെ ശേഷം അവിടെ വെർബ് B2 ഫോമേ വരുള്ളൂ. ഇത് രണ്ടും പഠിച്ചു വെച്ചോ. ടിപ്പാണ് മൊത്തം, ടിപ്പ് കേട്ടോ. ഇറ്റ് ഈസ് എന്ന പ്രയോഗം വന്ന് കാലയളവ് വന്നു കഴിഞ്ഞാൽ സിൻസേ വരുള്ളൂ. അതിനുശേഷം വെർബ് എപ്പോഴും B2 വരൂ. ഗോ, വെന്റ്, ഗോണാണ്. അപ്പൊ B2 എന്ന് പറഞ്ഞാൽ വെന്റ് ആണ് കേട്ടോ. അതും ചോദിക്കാം. അടുത്തൊരു പ്രയോഗമാണ്. ഇതൊക്കെ നമ്മളെ ഒരു ഉച്ചാരണ പ്രയോഗം വഴിയാണ്, അല്ല കറക്റ്റ് ഗ്രാമർ അറിയാഞ്ഞിട്ട് ശരിയാക്കുന്നതല്ല കേട്ടോ. അതാണ്, പക്ഷെ എങ്കിലും ഉച്ചാരണം ഒരുപാട് വായനാശീലം വഴി കിട്ടുന്നതാണത്. ഡാഷ് യു ഇൻവൈറ്റ് ഹിം ഹി വിൽ നോട്ട് കം എന്ന് പറഞ്ഞാൽ നമ്മളെ മീനിങ് മനസ്സിലായ? നീ വിളിച്ചെങ്കിൽ പോലും അവൻ വരില്ല എന്നാണ് അർത്ഥം. അവൻ വരത്തില്ല എന്നാണ് അവന്റെ അർത്ഥം. ഇഫ് യു വേണ്ട, ഡാഷ് യു, ഇഫ് യു ഇവിടെ ഇല്ലല്ല, ഇഫ് ഓപ്ഷൻ ഉണ്ട് അല്ലെ. ഈവൻ ഇഫ് യു ഇൻവൈറ്റ് ഹിം, എങ്കിൽ പോലും, നീ ഇൻവൈറ്റ് ചെയ്തിരുന്നെങ്കിൽ പോലും ഹി വിൽ നോട്ട് കം. അത്രയ്ക്ക് ദേഷ്യത്തിലാണ് അവൻ. വൈൽ യു ഇൻവൈറ്റ് വേണ്ട, ഈവൻ ഇഫ് അവിടെ കറക്റ്റ് കേട്ടോ. ഇഫ് ക്ലോസ് ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരാൻ സാധ്യത ഉള്ളത്. വാട്ട് എവർ എന്നിരുന്നാൽ അത് വേണ്ട, ഇതും വരില്ല. ദാറ്റ് യു എന്നൊന്നും പറഞ്ഞ് പറയൂല. ഈവൻ ഇഫ് ആണ് കറക്റ്റ് പ്രയോഗം. ഈവൻ ഇഫ് യു ഇൻവൈറ്റ് ഹിം ഹി വിൽ നോട്ട് കം. നീ വിളിച്ചിരുന്നെങ്കിൽ പോലും അവൻ വരൂല എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. PSC ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ പുട്ടിന്റെ ഫ്രേസസ്. അതിൽ പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ സഹിക്കുക. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ പുട്ട് ഓഫും ചോദിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ തവണ. ഇവിടെ നമുക്ക് ഐ കാണ്ട് ഡാഷ് യുവർ റൂഡ്നെസ് എനിമോർ. നിന്റെ റൂഡ്നെസ് ഇനി എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല എന്നാണ് അർത്ഥം. അത് പുട്ടപ്പ് വിത്ത്, സഹിക്കുക, ടോളറേറ്റ് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. പുട്ട് ഡൗൺ ഉണ്ട്. പുട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ പുട്ട് ഡൗൺ ദ സ്റ്റോറി എന്ന് പറയുന്നത്. പുട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ എഴുതുക എന്നാണ് അർത്ഥം. എഴുതുക, സപ്രസ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ അണയ്ക്കുക, എക്സ്റ്റിംഗ്വിഷ്. പുട്ട് ഔട്ട് ദ ഫയർ, അണയ്ക്കുക എന്നൊക്കെയാണ്. പിന്നെ പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ കളി മാറ്റി വെച്ചു അല്ലെ, പോസ്റ്റ് പോൺ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അത് സിമ്പിൾ ആയിട്ട് മാർക്ക് വാങ്ങുന്ന ഒരു ഏരിയയാണ് ഈ ഫ്രേസൽ വെർബ്. ഒരുപാട് PVQ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഞാൻ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ഒരു വിപരീത പദമാണ് വെറ്ററൻ. വെറ്ററൻ എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ എന്നാണ് അർത്ഥം. നോവൈസ് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് കുറഞ്ഞ ആളെന്നാണ് അർത്ഥം കേട്ടോ. നോവൈസ്
എന്താണ് പഠിപ്പീരില് എന്റെ ഗുരു എന്നെക്കാൾ എന്താണ് വെറ്ററൻ ആണ്, പക്ഷെ ഞാൻ നൊവൈസ് ആണ്, ഞാൻ എക്സ്പീരിയൻസ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അങ്ങനെയൊക്കെ പറയാം കേട്ടോ. വെറ്ററൻ നൊവൈസ് പഠിച്ചോണം, ചോദിക്കാൻ കൊള്ളാം, ചോദിച്ചിട്ടുള്ളതാണ്. പാൻഡമോണിയം എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂസ്ഡ് ആണ്, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷന് പാൻഡമോണിയം എന്ന് ഒരു ഓൺവേർഡ് കൊടുത്ത് എഴുതാൻ പറ്റും കേട്ടോ, പഠിച്ചോണം. ലാസ്റ്റ് ഇയർ ഹി ഡാഷ് SLC എക്സാം വിത്ത് ഫസ്റ്റ് ക്ലാസ്. എടാ ഇവിടെ ലാസ്റ്റ് ഇയർ എന്ന വാക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ B2 മാത്രമേ എഴുതാവൂ, വേറെ ഒന്നും എഴുതരുത്, സിമ്പിൾ പാസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ ഹാസ് പാസ്ഡ് ഒന്നും വേണ്ട, ഹാഡ് പാസ്ഡ് വേണ്ട, ING എന്ന് വരും, ഇതാണ് ഉത്തരം, പാസ്ഡ്. ലാസ്റ്റ് എന്ന് പറഞ്ഞ വേർഡ് ലാസ്റ്റ് നൈറ്റ്, ലാസ്റ്റ് ഇയർ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് എഴുതാവൂ, B2 ഫോം എഴുതാവൂ കേട്ടോ. സിമ്പിൾ ആയിട്ട് മാർക്ക് കിട്ടുന്ന ഏരിയയാണ്, അത് കളയില്ല. അവിടെ നോക്കാം. വുഡ് യു മൈൻഡ് ഡാഷ് മീ എ പെൻ. ഒന്നും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങളെ ചോദ്യത്തിൽ വുഡ് യു മൈൻഡ് എന്നൊരു സാധനം ഉണ്ടെങ്കിൽ ഇവിടെ ഡാഷിൽ ING ചേർത്തേ എഴുതാവൂ. ഇവിടെ ലെൻഡ് ആണ് കൊടുത്തേക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ലെൻഡിങ് എന്നേ വരുള്ളൂ കേട്ടോ. ലെൻഡ് ആണ് കൊടുത്തിരുന്ന ലെൻഡിങ്ങേ വരുള്ളൂ. വുഡ് യു മൈൻഡ് വന്നാൽ ING വരുള്ളൂ, വുഡ് യു മൈൻഡ് വന്നാൽ ING വരുള്ളൂ. പഠിച്ചു വെച്ചോണം, ഒരു മാർക്ക് വെറുതെ കളയല്ലേ. Neither the girl nor her friends dash passed. എടാ ഈ നെയ്തർ നോറെന്നോ എയ്തർ നോറെന്നോ ഓറെന്നോ പിന്നെ നോട്ട് ഓൺലി ബട്ട് ആൾസോ ഈ പ്രയോഗങ്ങളൊക്കെ ഇംഗ്ലീഷിൽ വരുമ്പോൾ എപ്പോഴും രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് വെർബ് നോക്കണം. ഇവിടെ ഒന്നാമത്തെ സബ്ജക്റ്റ് ഗേള്, രണ്ടാമത്തെ സബ്ജക്റ്റ് ഹെർ ഫ്രണ്ട്സ് ആണ്, ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്. അപ്പൊ ഇവിടെ എന്തേ വരുള്ളൂ, ഡാഷ് പാസ്ഡ്, ഡിഡ്, ഡു, ഹാസ്. ഇവിടെ പ്ലൂറൽ ആയിട്ടുള്ള ഹാവേ വരുള്ളൂ കേട്ടാ. ഇത്രയേ ഉള്ളൂ ഐറ്റംസ്. ഇതങ്ങ് പഠിച്ച് അത് ഈ സാധനം മറന്നുപോയാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റൂല. സോ ഇടയ്ക്കിടയ്ക്ക് റിവൈൻഡ് ചെയ്യുക, PVക്ക് നോക്കുക. വുഡ് യു മൈൻഡ്, എനിക്ക് പണ്ടൊക്കെ പഠിക്കുമ്പോൾ വുഡ് യു മൈൻഡ് വന്നു കഴിഞ്ഞാൽ ING ആണോ അതെ V2 ആണോ വരണത്, അങ്ങനെയൊക്കെ ഡൗട്ട് വരും. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക, എങ്കിൽ മാർക്ക് വാങ്ങാൻ പറ്റും. കീറാമുട്ടി ഒരിക്കലും അല്ല ഇംഗ്ലീഷ്.